കാര്യമാണ്. ഹൃദയം മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയം മരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം ഖുർആൻ കേട്ടാൽ ഹൃദയം ചലിക്കാതിരിക്കലാണ്. വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ മനസ്സിനൊരു മാറ്റം ഉണ്ടാവുന്നില്ല. ഖുർആൻ നിൻ്റെ മനസ്സിനെ അതിൽ നരകത്തെക്കുറിച്ച് പറയുന്നു, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. നീ അതങ്ങനെ കേട്ട് ഉണങ്ങിയ കൽബുമായിരിക്കുന്നു എങ്കിൽ മനസ്സിലാക്കുക ഹൃദയത്തിൻ്റെ മരണം ഒന്നല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അത് മരിച്ചു കഴിഞ്ഞിട്ടും. അധികാറുകൾ, ഓർമ്മപ്പെടുത്തലുകൾ, താക്കീതുകൾ, അള്ളാഹുവിൻ്റെ ഖുർആനിലെ താക്കീതുകൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലെ താക്കീതുകളെ കുറിച്ച് പറഞ്ഞത് എന്താ? അതിന് ഉപമയായി പറഞ്ഞ സൂറത്തുൽ ബഖറയിൽ മുനാഫിഖുകളുടെ ഉപമ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ താക്കീതുകളെ ഉപമിച്ചത് ഏതിനോടാണ്? ഇടുത്തീനോടാണ്. ഇടുത്തീനോടല്ല. മുനാഫിഖുകൾ അവർ ഇരുട്ടിലൂടെ നടക്കുന്നു, അപ്പോൾ അവരുടെ മുകളിൽ ഇടുത്തി വന്ന് പതിക്കുന്നു. ഈ ഇടുത്തി എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞു ഖുർആനിലെ ആയത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ വലിയ ഇടി ഉണ്ടായി, അങ്ങനെ ഭൂമി കുലുക്കുന്ന ജാതി ഇടി ഇപ്പം അടുത്തുണ്ടായി. എങ്ങനെയാണ് നിങ്ങൾ ആ സമയത്ത് വീട്ടിലിരുന്നത്? നമ്മളെ പേടി എന്തായിരുന്നു? ദിക്റൊക്കെ ചൊല്ലി. ഇടുത്തി എന്തു മാറ്റമാണോ ഉണ്ടാക്കുന്നത്, അത് യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടതായിരുന്നു. നമ്മൾ പേടിച്ചു വിറക്കേണ്ടതായിരുന്നു ഖുർആൻ കേൾക്കുമ്പോൾ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ, സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ, ഇത് കേൾക്കുമ്പോൾ ഹൃദയം പിടഞ്ഞു ഉറക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത്? ഭക്ഷണം കഴിച്ച് പല ഹറാമുകൾ ചെയ്ത് ഹൃദയത്തെ നമ്മൾ മൂടിയിരിക്കുന്നു.